ഗൈസ്, അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞാനും അമ്മ സുന്ദരിയായി എവിടെ പോണേ എറണാകുളത്ത് പോണു. പുറത്ത് ഇത് സ്റ്റിച്ച് വിട്ടു, കുഴപ്പമില്ല, പിന്നെ തയ്ക്കാം. അപ്പൊ അതെ അമ്മ ഞാൻ പുറത്തു പോണേ. അമ്മ ഓൾറെഡി റെഡിയായി. അമ്മക്ക് ഞാൻ പറഞ്ഞു ഇനി ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാലോ, നമുക്ക് ഡ്രസ്സ് കാണിക്കാം, മേക്കപ്പ് ചെയ്യും കാണിക്കാം പറയാം. ഞാൻ റെഡി ആവുന്ന മുമ്പ് ഞാൻ കുളിച്ച് വരുമ്പോ അമ്മ സാരി ഇട്ട് കഴിഞ്ഞു. എനിക്ക് സാരി ഇടാൻ നീ ഉടുപ്പിട്ടിട്ടില്ല വന്നേ, ഞാൻ സാരി എടുത്തു. അപ്പൊ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് ഞാനും അമ്മ അപ്പുക്കുട്ട പുറത്ത് പോകുന്നുണ്ട്. കുറച്ച് ഇതുണ്ടല്ലോ, കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ അതിന് വേണ്ടി പോകുന്നുണ്ട് അപ്പുക്കുട്ട ഞാൻ അമ്മ. അപ്പൊ അതെ പോണ മുമ്പ് ഞാൻ ഇച്ചിരി മേക്കപ്പ് ചെയ്യാലോ വിചാരിച്ചു. അമ്മ ഓൾറെഡി മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാല് സാരി കാണിച്ചു കൊടുത്തു. സാരി കൊടുത്ത് അമ്മക്ക് സാരി എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും അമ്മക്ക് സാരി നല്ല ഉണ്ട് പറയുന്നുണ്ട്. അമ്മ സെലക്ഷൻ ചെയ്യുമ്പോ ഓരോ സെലക്ഷൻ ചെയ്യും. അത് കാരണം അമ്മക്ക് എത്ര നല്ലത് കിട്ടും, സാരി കിട്ടും. അപ്പൊ ഡ്രസ്സ് നല്ലതാണല്ലോ. ഇല്ല ഞാനൊക്കെ എന്താ കണ്ടാല് അപ്പൊ തന്നെ എടുക്കും. ഞാനിങ്ങനെ എന്തൊക്കെ കളർ കുറവില്ല, നമുക്ക് കൊറേ സെലക്ട് ചേരൂല അങ്ങനെയെല്ലാം നോക്കി മേടിക്കും. എനിക്ക് കളർ കുറവല്ലേ, നിനക്ക് ഇഷ്ടം നല്ല കളർ. ഇത് പക്ഷെ അമ്മക്ക് കൂടുതൽ ഇത് മാത്രം ഉണ്ടോ സാരിക്കല്ലോ. എന്താ മജന്ത മഞ്ഞ അങ്ങനത്തെയാണ് കൂടുതലുള്ളത്. എനിക്ക് ഇങ്ങനത്തെ കളർ ഭയങ്കര ഇഷ്ടം. അപ്പൊ എങ്ങനെ വന്നാലും ഇതുപോലത്തെ കളർ കാണുമ്പോ എനിക്ക് എടുക്കാൻ തോന്നും. ഇത് സവാലാക്ക് കളർ ഉണ്ട്, ഓണിയന്റെ കളർ നല്ലതല്ലേ. ഇത് എന്താ സിൽക്ക് കിട്ട സർ, ഇത് പ്രിന്റഡ് സിൽക്ക്, നല്ല സാരി ഒട്ടും കാനൂല. ഇത് എവിടെയെല്ലാം മേടിച്ച പോത്തീസ് അല്ലേ? അപ്പൊ ഇത് പോത്തീസിലെ മേടിച്ചായിരുന്നു അമ്മക്ക്. പക്ഷെ നല്ല സാരി ഉണ്ട്, നല്ല കളർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒതുങ്ങിയിരിക്കും. പിന്നെ ഒക്കെ ചെയ്ത് കഴിഞ്ഞോ? മുടി കെട്ടണോ? മുടി കെട്ടുന്ന അമ്മ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞോ? അല്ലെ സൺസ്ക്രീൻ കാണിച്ചു കൊടുത്ത അമ്മക്ക്. ഞാൻ ഇപ്പഴാ ഇത് ഡോക്ടർ തന്നതാ, മുഖത്ത് മൊത്തം ഡോക്ടർ തന്ന സൺസ്ക്രീൻ. അപ്പൊ അമ്മ ഡോക്ടർക്ക് ഈ സൺസ്ക്രീൻ മാത്രമേ ഈ കരിമംഗല്യം ഉള്ളതുകൊണ്ട് ഇത് ഇപ്പോഴേ ഇടുന്ന, ഞാൻ അധികം ഇടില്ലായിരുന്നു. ഈ ടോപ്പ് ഉണ്ട്, പച്ച ടോപ്പ്, പച്ച നല്ല സൂപ്പർ, നല്ല കളർ അല്ലേ, നല്ല കളറ്. പിന്നെ എന്റെ ഈ ചെരുപ്പുണ്ട്, സ്റ്റൈലിഷ് ചെരുപ്പുണ്ട് കേട്ടോ. അതെ ഞാൻ ഇങ്ങനത്തെ ഹീല് ഇടൂല, ഞാൻ കൂടുതൽ ബ്ലോക്ക് വെജസ് ഉണ്ടല്ലോ, കൂടുതൽ ഇങ്ങനെ ഷേപ്പ് ഇങ്ങനത്തെ പോയിന്റ് ഞാൻ ഉപയോഗിക്കില്ല. പക്ഷെ ഞാൻ ആൻസിക്ക് ചെരുപ്പ് മേടിക്കുന്നു പോയപ്പോ ഇത് കണ്ടപ്പോ എനിക്ക് മേടിക്കുന്നത് തോന്നി. അപ്പൊ ഇത് മേടിച്ച ഫസ്റ്റ് ഞാനിത് ടോണർ ഇട്ട് ഫേസ് തുടച്ച് കഴിഞ്ഞോട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് സീറമുണ്ടോ, ക്ലാരൻസ് സീറമുണ്ടോ. അപ്പൊ ഈ സീറം ലാസ്റ്റ് ടൈം ഞാൻ വീഡിയോ കാണിച്ചാണല്ലോ, ഒരു സ്കിന്നിക്ക് പ്രൊഡക്റ്റ് ഇട്ടപ്പോ ഈ സീറംക്ക് വില ഉണ്ടല്ലോ അമ്മേ, കുറച്ച് കൂടുതൽ വില ഉണ്ട്. അപ്പോ സോയിക്കുട്ടിക്ക് സീറംക്ക് വില കൊറേ റേറ്റ് കൊണ്ടല്ലോ പറഞ്ഞു. ഞാന് പണ്ട് അങ്ങനെയില്ല, വില കൂടുതലൊക്കെ മാത്രം നല്ല അങ്ങനെ ഇല്ലേ, നമുക്ക് സ്കിന്നിൽ ഏതാ മാച്ച് ആവും അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം അല്ലേ അമ്മേ? ഇതൊക്കെ ആരുടെ അടി? ഏതാ മേടിച്ചല്ലോ? അറിയില്ല, ഞാൻ മേടിച്ചില്ലല്ലോ. അപ്പൊ അമ്മ പുറത്ത് പോകുമ്പോ കുറച്ച് നല്ല ഭംഗിയായിട്ട് ഇങ്ങനത്തെ ക്ലിപ്പ് ഇടും. ഇപ്പൊ എന്താ ക്ലിപ്പ് ഇടുന്നു? എന്റെ ക്ലിപ്പ് ഏതാന്ന് പോലും ഞാനത് അമ്മക്ക് എനിക്കൊരു പുതിയത് വാങ്ങിക്കണം. എന്താ വെച്ചാൽ ഇനി കല്യാണം ഇതൊക്കെ പോയി. ഞാൻ സ്ഥിരം ഇടുന്ന, ജോലിക്ക് പോകുമ്പോ ഇടുന്ന ക്ലിപ്പ് ഇതാണ്, സ്ഥിരം ഇതായിട്ടുണ്ട് ബ്ലാക്ക്. പുറത്ത് പോകുമ്പോ കുറച്ച് സ്റ്റോണും ആയിട്ട് ക്ലിപ്പ് അങ്ങനെ. അപ്പൊ ഞാൻ സീരം ഇട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനിത് മോയ്സ്ചറൈസർ ഇടും. മോയ്സ്ചറൈസർ ഫേസിൽ മസ്റ്റ് ഇടണം. ഞാൻ എൻ്റെ ഭയങ്കര ഡ്രൈ സ്കിന്നുണ്ട്, അപ്പോൾ മോയ്സ്ചറൈസർ ഇടും. കുറച്ച് മേക്കപ്പ് ചെയ്യണം, മേക്കപ്പ് ചെയ്ത് പിന്നെ ഭംഗി തോന്നൂല അല്ലേ അമ്മേ? പക്ഷെ എനിക്ക് നിനക്ക് ഓവർ മേക്കപ്പ് ചെയ്യണം എനിക്ക് ഇഷ്ടമല്ല. മേക്കപ്പ് ഇല്ല, ചെറുതായിട്ട് ഈ ചൊമ്പൊക്കെ റൂഷ് കുന്തോ കുറച്ചൊക്കെ അതൊന്നും നിനക്ക് അല്ലാതെ ഇങ്ങനെ വെറുതെ സൺസ്ക്രീൻ ഇടുന്നത് എനിക്കിഷ്ടം. ഫേസ് ഒക്കെ എന്റെ ഫ്രിങ്കിൾസ് ഇപ്പൊ കൊറേ പിമ്പിൾസ് വരുന്നുണ്ട് നമുക്ക്. ചിലപ്പോ വണ്ണം വെക്കുമ്പോ ഈ ഫാറ്റ് അതുകൊണ്ടാണോ? പിന്നെ വെള്ളം കുറവുണ്ടല്ലോ. പിന്നെ സൺസ്ക്രീൻ ഇടും. വെള്ളം കുടിക്കുന്നില്ല, മഴ സീസൺ ആയി കഴിഞ്ഞാൽ വെള്ളം കുടിക്കുന്ന നിർത്തി കുടിക്കുന്നു വെള്ളം. പിന്നെ ഫുൾ ടൈം പുറത്ത് തീറ്റല്ലേ. അതാ ഞാൻ പറഞ്ഞത്, ഈ ഓയിലി ഫുഡ്. ഇത് അടുത്ത BB വൈറ്റ് ഫൗണ്ടേഷൻ കൺസീലർ ഉണ്ടല്ലോ, അങ്ങനെ തന്നെ ഞാൻ ഇടൂല. ഈ BB വൈറ്റ് ഇടുമ്പോ വീണ്ടും വെളുക്കും. ഇല്ല, ഈ മാർക്ക് ഉണ്ടല്ലോ പിഗ്മെന്റേഷൻ, പിന്നെ
ആക്നിക്ക് മാർക്ക് അത് കുറച്ച് ഹൈഡ് ആവും, അത് കാരണം ഇത് ഇരുന്ന് ഇത് ഞാൻ ഡോക്ടർക്ക് കണ്ടിട്ട് ഡോക്ടർക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ സൺസ്ക്രീൻ പറഞ്ഞു ബാബു ഈ BB ക്രീം ഇടുമ്പോൾ സ്കിന്ന് മാറും, ഇല്ലെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ കൺസിലർ ഒക്കെ ഇടണ്ടേ, അത് ഇടുമ്പോൾ കുറേ കട്ടിയാവും. കുറച്ച് ഐബ്രോ നമുക്ക് കറക്റ്റ് ചെയ്യാം. കറക്റ്റ് മീൻസ് കുറച്ച് ഐബ്രോ ഓൾറെഡി ഇല്ല, കുറച്ച് തിക്നെസ് കാണിക്കാൻ വേണ്ടി ഇടും. അടുത്ത കാസൽ ഡബിൾ വെയർ വാട്ടർ പ്രൂഫ് കൊണ്ട് വെച്ച് എനിക്ക് എല്ലാം സ്പ്രെഡ് ആവും താഴെ. എൻ്റെ കുഞ്ഞി കണ്ണല്ലേ, അപ്പോൾ ഈ കാജൽ ഇടുമ്പോൾ കുറച്ച് വലുത് തോന്നും. ഓൾറെഡി ഐലാഷസ് അങ്ങനെ ഭയങ്കര തിക്കായിട്ട് ഇല്ലല്ലോ, അപ്പോൾ ഇത് മസ്കറ ഇടുമ്പോൾ കുറച്ച് വോല്യൂം കിട്ടും, കാണുമ്പോൾ കുറച്ച് ഭംഗി തോന്നും. അതൊക്കെ കാരണം ഞാനും ഇത് ഇടണേ. അപ്പോൾ ഇച്ചിരി നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇച്ചിരി ഞാൻ ബ്രഷ് ഒക്കെ എവിടെ പോയി അറിയില്ല, ചെറുതായിട്ട്. പിന്നെ ഹൈലൈറ്റർ ആൾക്കാർ പറയൂണ്ട സോയിക്കിറ്റൊക്കെ കുറേ ഉണ്ടല്ലോ ഇടണേ. പക്ഷെ ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒന്നും ഇടൂല, സൺസ്ക്രീൻ മാത്രം ഇടും. പുറത്ത് പോകുമ്പോൾ മാത്രം ഇങ്ങനത്തെ സുന്ദരി ആവണ്ടേ. ഇച്ചിരി ലിപ്സ്റ്റിക്കും ഇടാം. അമ്മ ലിപ്സ്റ്റിക് ഇടില്ല അല്ലേ? എന്റെ അമ്മ ലിപ്സ്റ്റിക് ഇല്ലല്ലോ, എവിടെ പോകില്ല. കഴിഞ്ഞു എന്റെ മേക്കപ്പ് കഴിഞ്ഞു. ഇന്ന് ഞാൻ ലാസ്റ്റ് മേക്കപ്പ് ദേ കൊറേ ഉണ്ട് കേട്ടോ. കൊറേ മീൻസ് സൺസ്ക്രീം അങ്ങനെ അങ്ങനെ ഉണ്ടാവും, കൊറേ ഇല്ല. സ്പ്രേ ഇത് ഇടുമ്പോ നമുക്ക് മേക്കപ്പ് പോവാതെ ഒക്കെ വേണ്ടി ഇതൊക്കെ ഉണ്ട്. ഇത് ലൈറ്റ് ബേസിക് മേക്കപ്പ് ആണ്. വേറെ ആൾക്കാരുണ്ടല്ലോ പുട്ടുമാതിരി ഇടും, ഈ വെഡിങ്ങിലുണ്ടല്ലോ അങ്ങനത്തെ കുറേ ഇടും. കഴിഞ്ഞു. അപ്പൊ ഇന്ന് നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞോ. അമ്മക്ക് സൺസ്ക്രീൻ മാത്രം ഉണ്ടോ, ഞാൻ മാത്രം എല്ലാ മേക്കപ്പ് ചെയ്യുന്നു. അപ്പൊ അടുത്ത ഞാനും അപ്പുക്കുട്ട റെഡി ആയോ ഇല്ലേ നമുക്ക് നോക്കാട്ടോ. എന്താ ചൂടല്ലേ, ചൂടുണ്ടോ? ചൂടല്ലേ ഇങ്ങനെ അത് കുഴപ്പമില്ല. ഇതേ പിന്നെ എന്റെ ബാഗ് കാണിച്ചു കിട്ടിയപ്പോ ഇതിന് എന്റെ ബാഗിനൊരു ചരിത്രമുണ്ട്. അമ്മച്ചി അമ്മ വലിയ ബാഗ് എടുക്കാൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞോള്? വലിയ ബാഗ് ചുരിദാൻ ഇവിടെ പറ്റൂല, കാരണം മാച്ച് ആവണ്ടേ. ശരിയാ, ഇത് നമുക്ക് ജീൻസിൽ ഇടുന്നു കുഴപ്പമില്ല. ഇത് നമ്മുടെ പ്യൂർ ലെതർ. ഇതിന് എന്റെ സ്റ്റൈലിഷ് ബാഗ്. അപ്പൊ ഇങ്ങനെ ഉണ്ടോ നല്ല ഇല്ല, നമുക്ക് പ്രായമാകുമ്പോ ഇങ്ങനെ ബാഗ് ഉപയോഗിക്കാം, കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ ഉണ്ട്, നല്ല ഉണ്ട്. അമ്മക്ക് സാരി എന്റെ ചുരിദാർ നല്ല ഉണ്ട്, എല്ലാരും പറയുന്നു. പോവാ. ഇന്ന് നമ്മുടെ അപ്പുക്കുട്ടക്ക് ബാങ്ക് പോണം. ബാങ്കില് അറിയാതെ ആരോ 60,000 ഇട്ടു. ഞാനത് അമ്മയോട് പറഞ്ഞ് അടിച്ചു മാറ്റാന്ന് പറഞ്ഞു. അതെ, ഈ ഛത്തീസ്ഗഡിലുള്ള ആൾക്കാർ അവരുടെ ഫോട്ടോ കണ്ടാ നീ അങ്ങനെ തന്നെ 60 വീട് വിട്ടിട്ട് പൈസ കൊടുക്കും. ഇങ്ങനെയൊക്കെ കുറിയൊക്കെ തൊട്ട ആൾക്കാര്. അപ്പൊ നമുക്ക് അവരറിയാതെ വന്നു, അത് ജനുവരിയിൽ വന്ന പൈസയാണ്. അപ്പൊ അവര് പിന്നെ തപ്പി നടന്നു കാണുന്നത് എങ്ങോട്ടാ പോയ അഡ്രസ് ഒക്കെ തപ്പി പിടിച്ച് ഇന്നാളാണ് 2 ആഴ്ച മുമ്പ് അവര് നമ്മളെ വിളിച്ചത്. അപ്പൊ നമ്മളത് തിരിച്ചു കൊടുക്കണ്ടേ. 1000 രൂപ 500 രൂപയ്ക്കാണെങ്കിൽ അവരും തപ്പൂല, പക്ഷെ 60,000 രൂപയിൽ കൂടുതലുണ്ട്. അപ്പൊ അത് പോയി എടുത്തു കൊടുത്തിട്ട് ഇവന്റെ ഒന്നാമത് അക്കൗണ്ടിൽ വേറെ ആദ്യമായിട്ട് ഇങ്ങനത്തെ പൈസ ഇവനത് എത്രയോ വർഷമായിട്ട് ഉപയോഗിക്കാത്ത അക്കൗണ്ടാ. അപ്പൊ അത് ക്ലോസും ചെയ്ത് കളയാം, നമുക്ക് അക്കൗണ്ട് ആവശ്യമില്ലല്ലോ. അക്കൗണ്ടിൽ ഈ അമ്മ പറഞ്ഞാണ് എടാ അന്ന് ഞാൻ നീ അങ്കമാലിയിൽ അക്കൗണ്ടാ എറണാകുളത്തേക്ക്. അല്ലടാ, നീ എറണാകുളത്ത് ജോലി പിന്നെ ഇവൻ അവിടെ ആയിരുന്നല്ലോ. അപ്പൊ അക്കൗണ്ട് അങ്ങോട്ട് ആക്കി കൊടുത്തു. അപ്പൊ ഞാൻ വിളിച്ചു ഇവന് ഇതിങ്ങനെ സേവ് ചെയ്ത് ഇങ്ങനെ വെക്കുമെന്ന് വിചാരിച്ചു. അതാ ഞാൻ പറയാൻ പോയത്. അപ്പൊ സേവിങ്സ് ഇങ്ങോട്ട് പോണെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ. ഞാൻ എടാ അമ്മയ്ക്ക് പൈസ തരും കേട്ടോ. എന്റെ ഇല്ലമ്മേ, നീ പറയാറില്ലേ കള്ള? ഞാൻ പറയട്ടെ, ഇല്ലാന്ന് പറഞ്ഞാലേ അവളുടെ കൊടുക്കും, കൊണ്ട് ചിട്ടിയിലിടും. അപ്പൊ ഞാൻ പറയാ കൊറോണ സമയത്ത് ഭാഗ്യം കൊണ്ട് നമുക്ക് കിട്ടിയത്. ശരിയാ.
സമയത്ത് ഒരു പൈസ ഇല്ലായിരുന്നു. 5 lakh. അപ്പൊ എന്തോ വർഷത്തോണ്ട് അവര് നമ്മുടെ 3,70,000 കിട്ടി. 3,70,000 5 lakhന്റെ കിട്ടി. അപ്പൊ കിട്ടിയത് അത്ര വലിയ ഇതായി പോയി. ദാറ്റ്സ് ഗുഡ്. അക്കൗണ്ടിലൊക്കെ പൈസ ഉണ്ടെന്ന് അവർക്ക് നമ്മൾ ആ പൈസ ഇട്ട് കൊടുക്കാന്നിരിക്കും. അങ്ങനെയല്ല, അത് നമ്മളിപ്പോ പ്രോപ്പർ ചാനലിൽ കൂടെ തന്നെ ചെയ്യണം. എന്താ വെച്ചാൽ അവരോട് നമ്മൾ പറഞ്ഞു നമ്മൾ പറഞ്ഞു നമ്മുടെ ഇവന്റെ ബാങ്കിലേക്ക് മെയിൽ അയക്കാൻ പറഞ്ഞു. അവർ മെയിൽ അയച്ചു. ഇനിയിപ്പോ ആ മെയില് നമ്മുടെ ബാങ്കിലുണ്ടല്ലോ, അപ്പൊ നമ്മള് അവിടെ ചെന്നിട്ട് അങ്ങനെ തന്നെ വഴി അവർക്ക് തിരിച്ചങ്ങനെ കൊടുക്കും. അല്ലാണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ആ ബാങ്ക് വഴി തന്നെ തിരിച്ചു കൊടുക്കണം. അല്ലാണ്ട് അല്ലാതെ നമ്മൾ വിചാരിക്കാം അതെന്റെ അക്കൗണ്ടിൽ കിടന്നോട്ടെ, നമുക്ക് വേറെ പൈസ നമ്മുടെ ഉണ്ടെങ്കിൽ കൊടുക്കാം എന്ന് വിചാരിക്കരുത്. ആ അക്കൗണ്ട് തന്നെ തിരിച്ച് പൈസ കൊടുക്കണം. ഒന്നും ചോദിക്കരുത് അല്ലേ? നോക്കട്ടെ, അപ്പുകൂടെ ഡ്രസ് നോക്കട്ടെ. വയറില്ല ഇപ്പൊ കുട്ടപ്പൻ. അറിയില്ല അവൻ ഇങ്ങനെ വിളിക്കണമെന്ന് ഇങ്ങോട്ട് എപ്പോ നോക്കിയാൽ ക്യാമറ എടുത്താൽ അങ്ങോട്ട് ഇരിക്കും. അവളെന്താ പറയണേ നോക്ക്. തിന്നാൻ മേടിച്ചോണ്ടിരണം. തിന്നാൻ മേടിച്ചോണ്ടിരണം. വാവയ്ക്ക് മേടിച്ചോണ്ടിരണം. വാവയ്ക്ക് നല്ലതൊക്കെ മേടിച്ചു. നമ്മുടെ വീട്ടിൽ കുറെ കൊച്ചുണ്ടോ, പുന്നി കൊച്ച. അപ്പൊ എല്ലാവർക്കും ഇഷ്ട കൊച്ചൊക്കെ എന്തെങ്കിലും മേടിക്കും. ഞാനും പുറത്ത് പോകുമ്പോ കൊച്ചൊക്കെ വേണ്ടി ഒന്നും മേടിക്കില്ല വിചാരിച്ച, പക്ഷെ നമുക്ക് കണ്ടുമ്പോ കൊച്ചൊക്കെ ഇത് വരും മേടിക്കുന്ന തോന്നും. അപ്പൊ എന്തെങ്കിലും മേടിച്ചിട്ട് വരും. എന്നിട്ട് രണ്ടുപേരുടെ ഇടി കൂടണോട്ടോ, നല്ല ഇടി കൂടണം. പിന്നെ മേടിച്ചോണ്ടിരണം. ബാവയ്ക്ക് മാത്രം മതിയെന്ന് വെച്ചേടി. ബാവയ്ക്ക് മാത്രം മതിയെന്ന് വെച്ച്. അവക്കും വേണം, രണ്ടുപേർക്കും. പണിയൊക്കെ ജോലിയൊക്കെ എടുത്ത് കഴിക്കും. പിന്നെ അവള് തൊടിക്കും, കുളിക്കും, അത് കഴിഞ്ഞിട്ട്. അപ്പൊ നമുക്ക് 3 പേര് നേരെ മെട്രോ സ്റ്റേഷൻ, ആലുവ മെട്രോ സ്റ്റേഷനിൽ പോകണം. അതിൽ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് എവിടെ പോകണം? നമുക്ക് അവിടെ എല്ലക്കുളം സൗത്ത് ഉണ്ടല്ലേ, അവിടെ SBI ഉണ്ട്. അപ്പോൾ അവിടെ പോയി നമുക്ക് ബാങ്കിൽ അപ്പുക്കുട്ടൊക്കെ ഇത് ശരിയാക്കണം. അതിന് വേണ്ടി നമുക്ക് മെട്രോ കിട്ടി, ട്രെയിൻ എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മാറി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ചേട്ടൻ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്ത് പറഞ്ഞു എടുത്തിട്ട് അടിക്കണ്ടേ? ഞാന് എന്താ കാണിക്കണ ഞാൻ പറഞ്ഞു. ഞാൻ എത്ര ദൂരമുണ്ട് ഇങ്ങനെ ചെയ്ത് പറഞ്ഞേ. എന്താ സാധിക്കണേ? ഹലോ, എന്താ പേര്? അപ്പൊ നമ്മളിവിടെ എത്തി. അപ്പൊ നമുക്ക് ഇപ്പൊ എളക്കുളം സൗത്തിലെത്തി. ഇപ്പൊ അമ്മ പറയണെന്ന് വെച്ചാൽ പൈസ തിരിച്ചു കൊടുക്കണ്ട, അമ്മ പറയണം. പിന്നെ ഇതേ ബാങ്കിൽ പോയിട്ട് പെട്ടെന്ന് ഇത് ചെയ്തു തരാൻ പറയണം. അമ്മ അപ്പുറത്തെ ബാങ്കിൽ വർക്ക് ചെയ്യണം, അതുകൊണ്ട് ഒരു VIP പരിഗണന. പിന്നെ അവിടെ ഫസ്റ്റ് വന്നവർക്ക് മുൻഗണന, അല്ലാതെ നമുക്ക് അങ്ങനെയാണോ? പിള്ളേരാ കാറിലത് വേലുണ്ട്. ഇന്ന് വേല് പൊകീനുണ്ട്, നല്ല വേല്. വേല് ഞാൻ എന്താ സ്കിന്ന് കെയർ ചെയ്യും. പിന്നെ എവിടെ SBI? പുളിമുട്ടം. പുളിമുട്ടൽ അതെ അമ്മയുടെ ബാങ്കാണത്. അമ്മയുടെ ആണ് ബാങ്ക്. അങ്ങനെ പറയാൻ പാടുള്ളൂ, മനസ്സിലായോ? ഇതെന്താ സ്കിന്നൊക്കെ ഉണ്ടോ? സ്കിന്നൊക്കെ ഉണ്ടോ? ബാങ്കിലുള്ള ക്യാമറ ഇല്ലല്ലോ, ബാങ്കില് പറ്റൂല. അപ്പൊ നമ്മൾ ബാങ്കിന്റെ ഉള്ളിലോട്ട് പോവാ. ബാക്കി തീരുമാനം പുറത്തു പറയാം. ബാങ്കിൽ ക്യാമറ അല്ലോടല്ലോ. ഓക്കെ, നമ്മുടെ ബാങ്കിക്ക് പണി കഴിഞ്ഞ് ഈ ബാങ്കിക്ക് ജോലി ഇത് ഫോം ഫീസ് എന്താ പറയുന്നത്? അതല്ല, നമ്മള് അയാള് തെറ്റി നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടു. പൈസ നമ്മള് എത്ര സമയം പോയി, നമ്മുടെ എത്ര പൈസ ചെലവായി, നമ്മുടെ എത്ര സമയം പോയി ഇവിടെ വന്നിട്ട്. 15,000 രൂപ ഇല്ലേ വന്ന് നമുക്ക് എടുത്തിട്ട് ഗൂഗിൾ പേ ചെയ്താ പോട്ടില്ല. അല്ല, ഇങ്ങനെ വന്ന പൈസ നമ്മൾ അങ്ങനെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ തെളിവില്ലല്ലോ.
പിന്നീട് ഇവന്മാരെന്തെങ്കിലും ചോദിച്ചു നമ്മൾ എന്ത് ചെയ്യും? ചേട്ടാ ചേട്ടാ അപ്പോൾ ശരി, ഇപ്പൊ എവിടെ പോണേ? ഇന്ന് അല്ല, അപ്പുക്ക് ഇങ്ങനെ dress പൈസ എടുക്കാം. ഇങ്ങനെ ആരെങ്കിലും പൈസ ബാങ്കിലോട്ട് പോയി, അല്ലെങ്കിൽ പിന്നീട് വല്ല നൂലാമലൊന്നും നമ്മുടെ തലയിലാവും, മനസ്സിലായോ? നമ്മളായിരിക്കും നമ്മളിപ്പോ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ മതി, നമ്മുടെ പൈസ അവിടെ കിടന്നോട്ടെ, സേവിങ്സ് ആയിട്ട് കിടന്നോട്ടെ എന്നായിരിക്കും. ഒരിക്കലും അവൻ ചെയ്യരുത്. പോയില്ലോ. ബൈക്ക് വീണോ? ആരൊക്കെ ബൈക്ക് ഉണ്ടായിരുന്നോ? അയ്യോ ആപ്പേ എന്റെ അല്ല, ആരെങ്കിലും എന്ത് പറയോ? ഇത് നിവർത്തിയില്ലേ, ആ. പിന്നെ നമ്മളിത് പിടിച്ചോണ്ട് നിൽക്കണ കാണുകയാണെന്നായിരിക്കും. അപ്പൊ ഉടമസ്ഥ വന്നു കഴിഞ്ഞാൽ വിചാരിക്കും നമ്മൾ വിളിച്ചിട്ട് നോക്കി വെച്ചതാണെന്നായിരിക്കും. അത് വലിയൊരു പ്രശ്നമാണ്. അത് ശരിയാ. വാ സ്ക്രാച്ച് ഒന്നും ആയില്ലേ? നല്ലത്. അടുത്ത എന്താ? അയ്യോ. അടുത്ത എന്താ പരിപാടി? നല്ലതാണെന്നുള്ളത് എന്താ നല്ലതാണ്. ആ നല്ലത്. പാവം പുതിയ വണ്ടി ഉണ്ടെന്നോ, പുതിയ ബൈക്ക് സ്ക്രാച്ച് ആയി പഴയതായാലും അവരവരുടെ സാധനം ആ ശരിയാ, അത് അച്ഛനോട് പറഞ്ഞാണ്. എത്ര രൂപ? ആ ചേട്ടൊക്കെ പറഞ്ഞു. പിന്നെ ആ ചേട്ടൻ എന്താണ് പിന്നെ മടി. ആ സോനോ, ഇവിടെ വന്നപ്പോ അപ്പൂനൊരു ആഗ്രഹം, നീ ഇങ്ങനെ ആ ഡിസ്പ്ലേയിൽ കിടക്കണ കണ്ടു കഴിഞ്ഞപ്പോ ആ എന്തുവാണത്, ജുബ ജുബ കണ്ടു കഴിഞ്ഞപ്പോ അപ്പൂന് ആഗ്രഹം, അയ്യോ ഞാനും ജുബ എടുത്താലോ എന്ന്. അപ്പൊ അപ്പു ആദ്യമായിട്ട് അങ്ങനെ പറയുന്നല്ലേ. അപ്പൊ നോക്കാം. അല്ല ജുബ എനിക്കത് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. ആ അപ്പൊ നോക്കാം, ആ ജുബയാണത്. കളർ കളർ ഇഷ്ടപ്പെട്ടത്, ഒരു ഡിസൈൻ ഉണ്ടല്ലോ. പക്ഷെ മേടിച്ചാ കിട്ടണം കേട്ടോ. വേറെ കളറും വില വേറെ കളറും ഉണ്ടാവൂല്ലോ. ലാസ്റ്റ് അമ്മ അമ്മക്ക് സാരി ഇതിൽ ഇങ്ങനത്തെ വന്നിട്ട് മനസ്സിലായി. ഹലോ. അപ്പൊ നേരത്തെ നമുക്ക് അപ്പുക്കുട്ടൊക്കെ വേണ്ടി ഡ്രസ്സ് നോക്കി. ഫസ്റ്റ് വയലറ്റ് ഇറ്റി നോക്കിയിട്ട്, പക്ഷേ വയലറ്റില് ചേരുന്നില്ല. അപ്പൊ അടുത്ത നമുക്ക് പിങ്ക് നോക്കി, പിങ്ക് ചേരുന്നുണ്ടോ മറ്റേനേക്കാൾ നല്ലതാണ് നോക്കട്ടെ. ഈ പ്രാവശ്യം അപ്പു ഭയങ്കര സെലക്റ്റീവാണ്. അതെ. അല്ലെന്ന് എല്ലാ പ്രാവശ്യവും സോനന്ദർ തന്നെ നീ അതിടും, പക്ഷെ ഈ പ്രാവശ്യം നീ ഭയങ്കര കാൽക്കുലേഷനിലാണ്. ടൈറ്റ് സാരി വേണോ? വിശക്കുന്നു ഹംഗ്രി വിശക്കുന്നു. അപ്പുക്കുട്ടൻ വളരെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം അപ്പുക്കുട്ട പറയുന്നേ ഇത് മേടിക്കും വേണമെന്ന്. അപ്പൊ മേടിക്കും പറയുമ്പോ നമുക്ക് പെട്ടിന് മേടിച്ചു കൊടുത്തോ. കാരണം ഇങ്ങനെ അപ്പുക്കുട്ട എപ്പം പറയൂല, വെള്ളം മാത്രം പറയും. ഇനിയിപ്പോ ഒരു സ്റ്റൈലുണ്ട് അപ്പുക്കുട്ടന് ഇതിട്ട്. അപ്പൊ നമുക്ക് കല്യാണത്തില് മാരേജ് അപ്പൊ അപ്പുക്കുട്ട ജുബ്ബ തിളങ്ങും. ഞാൻ സാരി ഇട്ടിട്ട് എന്റെ പൊന്നോ, കസിൻ സിസ്റ്റർ ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ കസിൻ സിസ്റ്റർ അമ്മക്ക് ബ്രദർക്ക് മോൾക്ക് മാരേജ് ഉണ്ട്. അപ്പൊ നമുക്ക് സ്വന്തം സിസ്റ്റർ അല്ലേ, അപ്പൊ നമുക്ക് സുന്ദരി ആവണ്ടേ അല്ലേ അമ്മേ? അതെ അതെ. അമ്മക്ക് മേത്തൊക്കെ കുറവാണ്, കാഞ്ചീപുരം സാരി. നീ എന്താ വിചാരിച്ച അമ്മക്ക്? ഓ എടാ, ഓരോരുത്തർ ഇഷ്ടം. നിനക്ക് ജൂബ് കണ്ടപ്പോ ഇഷ്ടായില്ല, അതുപോലെ ഞങ്ങൾക്ക് ഓരോ കാണുമ്പോ ഇഷ്ടാക്കും. അയ്യോ ഓട്ടോയില് പോവണ്ടേ? ഫസ്റ്റ് പിന്നെ ഇല്ല സർപ്രൈസ് കൊടുത്തോ അല്ലേ? അല്ല അവള് പ്രകടനാണെന്ന് സർപ്രൈസ് കാണിച്ചു. പണ്ടേ എനിക്ക് സർപ്രൈസ് കാരണം നീ എന്തോരം സ്ലിം ഉണ്ടായിരുന്നു, ഇത്രയും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാനോ ഉണ്ടായിരുന്നു സ്ലിം. ഹോട്ടലിൽ വെച്ചായിരുന്നു പ്രഗ്നൻസി റിവീൽ റിവീലിംഗ് ചെയ്തായിരുന്നു അല്ലേ? എല്ലാ വീഡിയോ കണ്ടിട്ട് പിന്നെ ഇടാം. ആ സർപ്രൈസിന്റെ വീഡിയോ അതുണ്ടല്ലേ? അതെ ഉണ്ടാവും. പിന്നെ ഹരിപ്പാലെ ഫുഡ് കഴിക്കുന്നു പോയിട്ടോ. അപ്പോൾ ഫുഡിൽ അമ്മ ഞാനും മീൽസ് കഴിച്ചു. അപ്പോൾ കൂട്ടൊക്കെ പാലപ്പം സ്റ്റ്യൂ വേണു പറഞ്ഞു. പിന്നെ നല്ല ഫുഡ് ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ പെട്ടെന്ന് സബ്സ്ക്രൈബർ വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കും. നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ? അമ്മ ഭയങ്കര ഹാപ്പിയായി, സന്തോഷമായി അമ്മ. അപ്പോൾ നമ്മുടെ അപ്പുകുട്ടയ്ക്ക് വേണ്ടി പാൻറ് ഷർട്ട് തയ്പ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം വെഡിങ് വേണ്ടി. പക്ഷേ ഇന്ന് വെഡിങ് വേണ്ടി വേറെ ഡ്രസ്സ് എടുത്തോ. അപ്പോൾ ഇത് നമുക്ക് എന്താ ചെയ്യാറില്ല. ചുന്തരക്കുട്ടായോ?
നല്ലത്. പക്ഷേ ഇത് ആ തലേദിവസം രാത്രി ഇടും, ജുബ മാരേജിലിടും. ടൈ വേണ്ടല്ലോ? അയ്യോ ടൈ വേണോ? ടൈ 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 വേണം. പണ്ടിന് ഫുൾ ടൈം ടൈ ടൈ ഇതുവാ പോവാ. അപ്പൊ ഇത് അപ്പുക്കുട്ടൊക്കെ പാന്റും ഷർട്ടും എടുത്തോ. ഇത് ഈ ഷോപ്പില് വന്നാലോ. ഇത് എവിടെ ഉണ്ടോ? ഈ വർക്ക് ഞാൻ ആ വർക്ക് വിചാരിച്ചില്ല ശരിക്കും. ഞാൻ വിചാരിച്ച ലേസ് അങ്ങനെ വേറെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഉപയോഗിക്കുള്ളൂ. പെട്ടെന്ന് ഇങ്ങനെ തിളക്കം കണ്ടേ അയ്യോ ഇടുമ്പോ ഇപ്പൊ വയറൊക്കെ കുറഞ്ഞില്ലേ, നല്ല അപ്പൊ ഞാൻ ഈ കടയില് വന്നായിരുന്നു. അതെന്റെ വയറ് കുറഞ്ഞോണ്ടാ. അപ്പൊ ഈ കട എവിടെ? കടവന്ത്രല്ലേ. അപ്പൊ നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ പോവാ. ഇഷ്ടായിട്ടോ? ഡ്രസ് ഇഷ്ടായിട്ടോ? പെട്ടെന്ന് കണ്ടപ്പോ അയ്യോ ഇതൊന്നും അതുകൊണ്ടാട്ടാ. അതെ, എനിക്കും തോന്നുന്നു പെട്ടെന്ന് ഓട്ടോ ഓട്ടോ അല്ല, നടക്കണം. ആ അടുത്ത നമുക്ക് എവിടെ പോനി? അടുത്ത നമുക്ക് ലൂലു പോവാ. അപ്പോൾ അതെ നമുക്ക് ഇപ്പോൾ മെട്രോ സ്റ്റേഷനിലുണ്ട്. ട്രെയിനിക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ചൂടിട്ട് ഇന്ന് നല്ല വെയിലുണ്ട്. പുറത്ത് ഭയങ്കര ചൂടുണ്ട്. നടക്കാനും പറ്റില്ല. ഭയങ്കര പെട്ടിന് നമുക്ക് മഴ പെയ്ത് ഈ വെയിലത്തിൽ പെട്ടിന് വരുമ്പോൾ ഭയങ്കര ചൂട് തോന്നുന്നുണ്ടോ അല്ലേ? അപ്പോൾ നമുക്ക് നേരെ ലൂലു പോവാം. ഹൈപ്പറിൽ കുറച്ച് പച്ചക്കറി മേടിക്കണം. ഫ്രൂട്ട് പിന്നെ നമുക്ക് എല്ലാവരും ലൂലു മാൾ പോയിട്ട് അവിടെ പോയി വേഗം വേഗം സാധനങ്ങൾ മേടിച്ചോ. പിന്നെ പുനിസൊക്കെ വേണ്ടി ടോയ്സും മേടിച്ചോട്ടോ. എന്താ എന്താ എന്താണ് ചുന്ദരി? നമുക്ക് വീട്ടിലെത്തിട്ട് സമയം 6 മണിയായി. 6 മണിയായി. അപ്പൊ എടുക്കൂ. ഞങ്ങളുടെ രാവിലെ ഇതിന് പോകാൻ വേണ്ടി പോയതാണ്. വന്ന് ഇപ്പൊ ഒരു ലോഡ് സാധനങ്ങളായിട്ടല്ലേ? മാത്രം എടുത്തോളാം. ഓ നിനക്ക് വലിയ ആൾ കളിക്കാൻ. ചേട്ടാ എത്രയായി? താങ്ക് യു പറഞ്ഞേ. അമ്മ ഇത് മേടിച്ചപ്പോ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല? അമ്മ എന്താ നല്ല മേടിച്ചത്? നിനക്ക് അമ്മയുടെ നല്ല അങ്ങനെ പറയരുത്. എല്ലാം ഗിഫ്റ്റും നല്ല, ഗിഫ്റ്റ് നല്ലത് കേട്ടോ. ഓക്കെ, അപ്പൊ മേടിച്ചു. അപ്പൊ അമ്മ മേടിച്ചു. വെറുതെ ഗിഫ്റ്റ് കിട്ടിയ അപ്പ അത് തന്നെ. നോക്കട്ടെ കാറ് നോക്കിയേ. ഇത് പുറത്ത് ഓടിച്ചാ മതി. പുറത്ത് ഓടിക്കാം, അകത്ത് ഓടിക്കാം കേട്ടോ. അപ്പൊ ഞാൻ ലൂലുല് കേറിട്ട് കുറച്ച് ഹലുവ പിന്നെ എന്തൊക്കെ മേടിച്ചാൽ കുറച്ച് സാധനങ്ങള് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചു. ഫ്രൂട്ട്സ്, ബിസ്ക്കറ്റ്, എനിക്ക് ഷാമ്പൂ പിന്നെ വേറെ അത്ര മേടിച്ചോളൂ. വേറെ ഒന്നും മേടിച്ചില്ല. ചീരല അത്രയ്ക്ക് മേടിച്ചോളൂ. നമ്മളധികം ഒന്നും മേടിച്ചില്ലല്ലോ. ചീര മേടിച്ചോ, ഹലുവ മേടിച്ചോ, ബിസ്ക്കറ്റ് മേടിച്ചു. ഈ ബിസ്ക്കറ്റ് അപ്പുക്കുട്ടാക്ക് പിന്നെ പുനസൊക്കെ ഭയങ്കര ഈ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് പിന്നെ അത്രയ്ക്ക് മേടിച്ചു. പിന്നെ ഉള്ളിയല അതെ. ടീച്ചർ എന്ത് പറഞ്ഞു? കറക്റ്റ് ആയിട്ട് വരച്ചു കൊച്ചടി. നമുക്ക് ഹിന്ദി പഠിപ്പിക്കാട്ടാ. സാമ്പോ കറക്റ്റ് വരച്ചു അവള്. എത്രയുണ്ടോ? പിന്നെ അധികമൊന്നും മേടിച്ചില്ല. അമ്മക്ക് സാമ്പോ പിന്നെ ഇച്ചിരി ഫ്രൂട്ട്സ് കുറച്ച് കൂടുതൽ മേടിച്ചു. പിന്നെ പച്ചക്കറി, ഇത് കപ്പങ്ങ നമ്മുടെ എൻസിക്ക് വേണ്ടി. മാളോ അയ്യോ കേട്ടോ. ഇന്നത്തെ ദിവസം നമുക്ക് അമ്മ ഞാൻ അപ്പുകുട്ട എത്ര മണിക്ക് പോയി? രാവിലെ പോയി. ഇപ്പൊ വരുമ്പോ വൈകിയായി, ലേറ്റായി. അപ്പോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുന്നു മറക്കല്ലേ. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.